എന്നോ ചേട്ടാ ദേഷ്യപ്പെടണ. ഞാൻ പിന്നെ എന്തോ കാണാം. ചേട്ടാ സോറി, ഞാൻ അറിഞ്ഞ അവര് വരുന്നു. നീ അറിഞ്ഞില്ല പിന്നെ നീ എന്തിനു ചെന്ന് കിടന്ന് വിളിച്ചത്? ഇത് ചേട്ടാ മോശമല്ലേ നമ്മൾ മാത്രമായിട്ട് പോണ? എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അതെന്തോ മോശം? ഒരു ഭാര്യ പുറത്തോണം ലോകത്തുള്ള എല്ലാവരും വിളിച്ചോണ്ട് പോണത്. അതൊക്കെ പറയട്ടെ, എല്ലാരും കൂടെ താമസിക്കുമ്പോ നമ്മൾ അങ്ങനെ എല്ലാവരും കൂടെ താമസിക്കുമ്പോ നീ എല്ലാവരും വിളിച്ചോണ്ട് പോകണം, കൊയ്ത്ത് കിടക്കണം. ചേട്ടാ ഇനിയിപ്പോ എന്ത് ചെയ്യുന്നുള്ളത് പറ. നീ എല്ലാം വിളിച്ചോളൂ, നീ എന്നെ എന്തെങ്കിലും ചെയ്താൽ മതി. അങ്കിളെ അങ്ങളെ കൂടെ ഇറങ്ങി വാ. ഉണ്ണിയപ്പോ ദേഷ്യപ്പെടണെന്ന്. ഇവിടെ ഞാൻ വിഷം വെച്ച് ഞാൻ കൊല്ലും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടെ പോയാലോ? ഓ എല്ലാവർക്കും കൂടെ പോടാ, വീട് പണി നടക്കില്ലേ. ചേട്ടാ എന്ത് ചെയ്യുന്നുള്ളത് പറ. ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു, അറ്റ കൈക്ക് ഒരു നമ്പർ എടുക്കാൻ പറഞ്ഞു, കട്ടായി കൂടെ വന്നു വേണം. എന്തോന്ന് നമ്പർ? എന്തോന്ന് നമ്പർ എന്നാ? കള്ളം പറയാനാ? ഞാൻ വേറെ വേദന പറഞ്ഞോളാം, നീ കൂടെ നിന്ന് തരൂ. എനിക്ക് കള്ളം പറയാൻ പറ്റൂ? മനസ്സിലാവും പിങ്കിക്ക്. മനസ്സിലാവട്ടെ. അപ്പച്ചി എത്ര നേരം എന്തൊന്ന് കാണിക്കാൻ നിങ്ങള്? എന്ത് കാര്യം? ഞങ്ങൾ വെയിറ്റ് ചെയ്ത് വെക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായിരുന്നു? എനിക്ക് വയറുവേദന എടുക്കണം, ഭയങ്കര വയറുവേദന. ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. എത്ര നേരം നീ സമയം നോക്കിക്കൊണ്ടിരിക്കുന്ന? ഓ ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുക. എനിക്ക് വയറുവേദന എടുക്കണം, നീ പോ എന്റെ കണ്ണിന് മുമ്പിൽ. അവിടെ കൊണ്ടടി എടി ചിന്നു, എന്നെ ആശുപത്രി കൊണ്ടുപോടി. ആണല്ലേ? ഓ ഞാൻ കൊണ്ടുപോയിട്ട് വരട്ടെ പിങ്കി. ഓ പിന്നെ അയ്യോ നിങ്ങൾ പോണാ? സിനിമയ്ക്ക് പോണ്ടേ? ആശുപത്രി കൊണ്ടുപോടി പിങ്കി. വയറുവേദന എടുക്കുമ്പോഴാണ് ആ സിനിമയ്ക്ക് പോണെന്ന് പറയണത്. ഓ അങ്ങനെ ചോദിച്ചോടു, ആശുപത്രി കൊണ്ടുപോകുന്നു. ചേട്ടാ കൊണ്ടുപോവാൻ ചേട്ടാ, വാ എണീക്ക് വാ. അയ്യോ നടക്കാൻ പറ്റുമോ? ഒറിജിനലായിരുന്നാ? സോറി സോറി. എന്തോ ഇറങ്ങാത്തെ മാമ ഭയങ്കര വയറുവേദന. അത് രാവിലെ കക്കൂസ് പോയി കാണൂല, അതുകൊണ്ടായിരിക്കും. ഇനിയുമ്പോ ആലോചിക്കണം. പോയാ ചേട്ടാ രാവിലെ? ഓ ഞാൻ പോയി. അറിഞ്ഞെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കായിരുന്നു. ഇത്ര വൃത്തിയാണ് ചേട്ടാ ചേട്ടൻ പറയണത്. അല്ലേ വയറിന്റെ ഏത് സ്ഥലത്താണ് വേദന? വയറിന്റെ എന്തോ പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് പറ. നീ ഡോക്ടറാ? ഓ ഡോക്ടറിന് മാത്രമേ പറയാൻ ആ ഡോക്ടറിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ അപ്പൻഡിക്സ് ആയിരിക്കും, റൈറ്റ് സൈഡ് ആണെങ്കിൽ ഫാറ്റി ലിവർ. എന്താ എനിക്ക് നടുക്കാണ് നടുക്കാം. ഗോൾ ബ്ലാഡർ ആണോ പ്രശ്നം? പിത്താശയം. പിത്തം പിടിച്ച കിടക്കല്ലേ, എന്ത് ചെയ്യാന്? വാ ചേട്ടാ ഹോസ്പിറ്റലിൽ പോകുമ്പോ. ഓ മക്കളെ ഞാനും പറഞ്ഞു, കാറ് വിളിച്ചോണ്ട് വരാം. ചേട്ടാ മാമന് പറഞ്ഞത് എന്തോന്ന്? ഞാൻ എന്റെ ഭാര്യയോടെ പൊയ്ക്കോളാം. അപ്പു കാറ് പിടിക്കണ്ട, ആംബുലൻസ് മതി. ബോഡി എടുക്കണ്ടേ? ഒരു ബോഡിയാ വയറുവേദന ആയിട്ടുള്ള നീ എന്തോടി പറയണ? ബോഡി ഒക്കെ എടുക്കാൻ പോണതോട് അങ്ങോട്ട് ചോമേ. ഹോസ്പിറ്റലിൽ പോപ്പും കിട്ടൂ. സിപ്പൊക്കെ കിട്ടും. അപ്പൊ ഞാനും പറഞ്ഞു. അവളും പറഞ്ഞത് എന്ത് ചെയ്യണം ചേട്ടാ? ചേട്ടൻ ഒന്ന് വാ പറഞ്ഞ് പറയട്ടെ, എന്ത് ചെയ്യണം ഞാൻ ഇപ്പം? എടി ബാക്കിയുള്ള വേദന എടുത്തിക്കണം, എന്നെ കൊണ്ട് തന്നെ ഇതൊക്കെ പറയിപ്പിക്കണോടി. നീ ഇതാ ഇവളുമാരെയൊക്കെ പോവാൻ പറ. ഇവളുമാരെയൊക്കെ ഇവളൊന്നും എന്റെ ഇവിടെ വരണ്ട. നിങ്ങളൊക്കെ ഒന്ന് പോ. ഓ അപ്പു പോയി വണ്ടി പിടി. ഞാൻ കാറ് വിളിച്ചോണ്ട് വരാം. ഒന്ന് പിടിക്കട്ടെ, ഒന്ന് പോവാനൊന്ന്. എനിക്ക് അവളെ പിടിക്കാം, ഞാൻ പൊയ്ക്കോളെ പിടിച്ചു. ഒന്ന് മാറ്. എന്റെ വേദന പോയി. ഇഷ്ടപ്പെട്ടു വേദന ഇത്ര പെട്ടെന്ന് അപ്പൊ നമുക്ക് സിനിമയ്ക്ക് പോവാം. ഇനി എനിക്ക് വയ്യ. എന്റെ ആ ഫ്ലോ ഫ്ലോ പോയ മക്കൾ വയറുവേദന പോയാ? പോയി. ഗ്യാസ് ആയിരിക്കും. ചേട്ടാ വയറുവേദന പോയാ? എന്തോന്ന് അപ്പച്ചി കാണിക്കണേ? ഞാൻ സിനിമയ്ക്ക് പോണ്ടേ? ഇടി ഞാൻ എന്ത് ചെയ്യാം ഇപ്പം? ഒരു മരി വിളിച്ചു വരുത്തിട്ട് അപ്പൊ ചെയ്ത് ഭയങ്കര ബോറായി പോയി കേട്ടോ. ഞാൻ അപ്പഴേ പറഞ്ഞാണ് ഞാൻ വരുന്നില്ല വാ എന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഇനി എനിക്ക് സിനിമയ്ക്ക് പോയാ പറ്റൂ. അല്ല സിനിമയ്ക്ക് പോണ്ടെന്ന് തീരുമാനിച്ച അവര് അന്ന് ചോദിക്കണല്ലേ? ചോദിക്കാം. പോവാ. ഇതെന്തൊരു കഷ്ടം. എന്തൊരു കഷ്ടൂടെ ഈ പറഞ്ഞ ഉടനെ എല്ലാം കൂടെ കയറി മൂടുകളെ. നീയാ തീരുമാനിക്കുന്നത് ആര് സിനിമയ്ക്ക് പോകണം, ആര് സിനിമയ്ക്ക് പോണ്ടാന്ന്. ഞാനല്ലേ സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. അപ്പൊ ഞാനല്ലേ തീരുമാനിക്കുന്നത് പോണ്ടാന്ന്. ഓഹോ, നീ അങ്ങ് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യണോ? അയ്യോ മാമ പ്ലീസ് അടി ഉണ്ടാക്കല്ലേ. ഞാൻ പ്രശ്നം പറയാം. ആകെ 2 ടിക്കറ്റേ ഉള്ളൂ, അതാണ് കുഴപ്പം. 2 ടിക്കറ്റ് എന്നാ? ഓ ടിക്കറ്റ് ബുക്ക് ചെയ്താ? അല്ല ടിക്കറ്റ് ചാണ്ടയിലുണ്ട്. ഓഹോ, അപ്പൊ ഞങ്ങളെ വെറുതെ ഫോർമാലിറ്റിക്ക് വിളിച്ചാണല്ലേ? ഓ തന്നെ. നീ പിന്നെ വന്നേതിന്? അങ്ങനെ അല്ലരേ, അതായത് ചേട്ടാ ആദ്യമേ പറയാണ് നിങ്ങളെ വിളിക്കണ്ടാന്ന്. ഞാനാണ് പറഞ്ഞത് നിങ്ങൾക്ക് വിഷമാവൂലേ, നിങ്ങളെ കൂടെ ഒന്ന് നിർബന്ധിക്കാന്ന് പറഞ്ഞു ഞാനാണ് വിളിച്ചത്. ഓഹോ, ഞങ്ങളെ വിളിക്കാതെ രണ്ടുപേരും കൂടി സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ടുള്ള പ്ലാൻ ആയിരുന്നല്ലേ? ഓ തന്നെ. നീ എന്തിനു പറഞ്ഞത് നമ്മള് ഭാര്യ ഭർത്താവ് കൂടെ പോകണത്? അതെ, ഞങ്ങളെ വിളിച്ചിട്ടാണ് വന്നത്, അല്ലാതെ ഒന്നും അല്ല. അപ്പച്ചി
അങ്ങനെയാണോ പറയണത്? പിന്നെ അങ്ങനെ നീ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയ, നീ എന്നെ അങ്ങ് പറഞ്ഞ് സോൾവ് ചെയ്താൽ മതി. ചേട്ടാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. ചേട്ടാ സേഫിക്ക് ഒന്ന് വിളിക്കും, എന്നിട്ട് ഒരു 3 ടിക്കറ്റ് എക്സ്ട്രാ ഇട്ടോ ചോദിക്കും. ഓ മതി, നമുക്ക് 5 എണ്ണം ചോദിക്കാം. 5 എണ്ണത്തിന് 2 എണ്ണം ഓൾറെഡി ഇരിക്കല്ലേ, പിന്നെ 1 2 3 3 എണ്ണല്ലേ എക്സ്ട്രാ വേണ്ടുള്ളൂ. നിന്റെ അണ്ണനെയും നാത്തൂനെ കൊണ്ടുപോകാം. അവര് വരാൻ ലേറ്റ് ആവൂലേ? ചേട്ടാ എന്തോന്ന് ചെയ്യും ഇനി? നീ എന്തോന്നു നീ പറഞ്ഞത്? ഒരാൾ 2 ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ വിളിച്ചിട്ട് 5 എണ്ണം കൂടെ തരാൻ പറയാം. നിങ്ങൾ 2 ടിക്കറ്റ് ഉണ്ടാ? ഓ നിങ്ങൾ 2 സിനിമയ്ക്ക് പോയി. അപ്പൊ നമ്മളാ? നമ്മൾ വേറെ സിനിമയ്ക്ക് പോകും. എവിടെ? ലുലുവില്. ആ ഫുൾ ചെലവ് അപ്പൂപ്പിന്റെ കണക്ക്. അയ്യോ മാമ, ഞാനും പറഞ്ഞില്ലൂ. മക്കള് പറഞ്ഞ അന്നെങ്കിൽ അല്ല അപ്പൊ 2 ടിക്കറ്റ് അത് ചേട്ടാ എന്തെങ്കിലും ചെയ്തോ. എന്തെങ്കിലും നിന്നെ കൊണ്ടുപോകലേ അത്ര കഷ്ടപ്പെട്ടത്. ഒരു കാര്യം ചെയ്യാം, സേഫിക്കെ വിളി, എന്നിട്ട് നിങ്ങൾ 2 കൂടെ പോ. ഓ അത് ശരിയാണ് കേട്ടാ. നീ എന്താ നീ പറയണത്? ചേട്ടാ എനിക്ക് ലൂലൂല് പോണം. ഓഹോ, എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. എല്ലാരും ലുലുവിൽ പോണം. അല്ല അച്ഛന്റെ ചെലവാണ് അല്ലേ? ഓ എന്റെ എന്നാ പിന്നെ ഞാനും വരാം ലുലുവിൽ. മക്കളെ നീ പറഞ്ഞ? ഓ ആ എന്നാ പിന്നെ ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഭയങ്കര വയറുവേദന. മുതലെടുക്കുകയാണല്ലേ ഡാഡിയായി.